എല്ലാവർക്കും നമസ്കാരം. ഇതൊരു മുത്തശ്ശിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് കൊച്ചുമകള് രൂപ അയച്ചു തന്നതാണ്. മുത്തശ്ശിയുടെ വയസ്സ് 95 വയസ്സിനടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഭഗവാന് വേണ്ടി സമർപ്പിക്കുകയാണ്, മുത്തശ്ശിക്ക് വേണ്ടി ഭഗവാന് വേണ്ടി സമർപ്പിക്കുകയാണ്, ഗുരുവായൂരപ്പന് വേണ്ടി. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ അനുഭവം കേൾക്കുക കേട്ടോ. എൻ്റെ പേര് രൂപ എന്നാണ്. ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ ഒരു അനുഭവമാണ് പറയുന്നത്. മുത്തശ്ശി കഠിന ഭക്തയാണ്. ഇപ്പോൾ 95-നടുത്ത് വയസ്സുണ്ട്. പരീക്ഷണങ്ങൾ വല്ലാതെ കൂടുമ്പോൾ ഭഗവാനെ വഴക്ക് പറയാൻ പോലും ധൈര്യപ്പെടുന്ന ആളാണ്. ഞാൻ മുത്തശ്ശിക്ക് മുൻപുണ്ടായ അനുഭവമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 20 വർഷത്തിലധികമായി മുത്തശ്ശിക്ക് വാദത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. നടക്കാൻ വയ്യ. ഗുരുവായൂരിനടുത്ത് മുത്തശ്ശിയുടെ മകൾ താമസിക്കുന്നുണ്ട്. അവരോടൊപ്പമാണ് അന്ന് തൊഴാൻ പോയത്. അമ്പലത്തിനടുത്ത് വരെ ഓട്ടോയിലും അത് കഴിഞ്ഞ് വീൽ ചെയറിലുമാണ് യാത്ര. കൊടിമരത്തിൻ്റെ അടുത്തെത്തിയ മുത്തശ്ശിയോട് അവിടെയുള്ള ജീവനക്കാരൻ ചോദിച്ചു, അമ്മയ്ക്ക് അകത്ത് കടന്ന് കാണണോ ഭഗവാനെ? മോഹമുണ്ട്, മുത്തശ്ശി പറഞ്ഞു. ഉടനെ ക്യൂവും നിർത്തിവെച്ച് മുത്തശ്ശിയെയും കൂടെ ചെന്ന മകളെയും മാത്രം VIP പരിഗണനയിൽ അകത്തേക്ക് നയിച്ചു. തൊഴുതിറങ്ങുമ്പോൾ മറ്റൊരാൾ ചോദിച്ചു, അമ്മയ്ക്ക് പ്രസാദം ഇട്ട് കഴിക്കണ്ടേ? വേണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ പടി കയറാൻ എനിക്കാവില്ലല്ലോ. മുത്തശ്ശിയുടെ മറുപടി. അന്ന് പുറത്തുള്ള ഹാളില്ല. ചോദിച്ചയാൾ മുത്തശ്ശിയെ ഭക്ഷണ വിഭവങ്ങൾ കൊണ്ടുപോകുന്ന ലിഫ്റ്റിൽ മുകളിലെത്തിച്ചു. സുഖമായി അതിസന്തോഷത്തോടെ പ്രസാദ ഭക്ഷണം കഴിച്ചു. ഇപ്പോഴും മുത്തശ്ശിക്ക് ആ കഥ പറയുമ്പോൾ വല്ലാത്ത ആവേശമാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ, മുത്തശ്ശിയെ ആരായിരിക്കും മുകളിലേക്ക് കൊണ്ടുപോയി ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക? ഭഗവാനല്ലാതെ മറ്റാരാണ്? ഒരു സംശയമില്ല, ഗുരുവായൂരിലെത്തിക്കഴിഞ്ഞപ്പോൾ മുത്തശ്ശിയുടെ കൈ പിടിച്ചിട്ട് ഭഗവാൻ കൂടെ നടന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നതല്ലേ. എന്ത് സുഖമാണെന്നറിയോ, 95 വയസ്സായ മുത്തശ്ശിയുടെ അനുഭവം നമ്മൾ ഗുരുവായൂരപ്പ ഭക്തരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമാണ്, നിങ്ങൾ കേൾക്കുന്നവരുടെയും ഭാഗ്യമാണ്. മുത്തശ്ശിയെ ഭഗവാൻ എന്തായാലും ഭഗവാൻ മുത്തശ്ശിയുടെ കൂടെയുണ്ട്. ഉണ്ണിക്കണ്ണനായിട്ട് കുറൂരമ്മയെ നിങ്ങൾക്കൊക്കെ അറിയില്ലേ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കുറൂരമ്മയെ പോലെ മുത്തശ്ശിയുടെ കൂടെ ഭഗവാൻ എപ്പോഴും ഉണ്ട്. മുത്തശ്ശിയുടെ കൈ പിടിച്ച് നടക്കുന്നതായിട്ട് മുത്തശ്ശിക്ക് അങ്ങനെ സ്വപ്നം കാണാമല്ലോ. എന്താ കഥ, ഭഗവാന്റെ കൂടെ തന്നെയല്ലേ എപ്പോഴും ഉണ്ടാവുക. മുത്തശ്ശിക്കും കൊച്ചുമകൾക്കും വേണ്ടിയിട്ട് ഈ അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഞാൻ ആദ്യം പറയട്ടെ, വളരെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. 95 വയസ്സായ മുത്തശ്ശിയുടെ അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വേറെ എന്ത് പറയാനാണ്. ഗുരുവായൂരപ്പൻ തരുന്ന മഹാഭാഗ്യമാണ് ഇതൊക്കെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.